ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജപ്പാൻ, സൗത്ത് കൊറിയ ടൂറിസ്റ്റ് വിസകളെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ പക്ക ചീപ്പായിട്ട് ജപ്പാൻ, സൗത്ത് കൊറിയ ടൂറിസ്റ്റ് വിസ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് കൺട്രീസിന്റെയും വിസ പ്രോസസ്സിംഗ് ടൈം വരുന്നത് ജപ്പാൻ ആണെങ്കിൽ അറൌണ്ട് 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. സൗത്ത് കൊറിയ ആണെങ്കിൽ ഏകദേശം 3 ആഴ്ച കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുക. വളരെ വേഗത്തിൽ നമുക്ക് വിസ കിട്ടുന്ന രണ്ട് കൺട്രീസാണ് ജപ്പാനും സൗത്ത് കൊറിയയും. പിന്നെ ഇതിൽ നമ്മുടെ കോസ്റ്റ് വരുന്നത് ഫുൾ പേയ്മെന്റ് നിങ്ങൾ ഫസ്റ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനീഷ്യലി ചെറിയൊരു അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടാകും. രണ്ടാമത് നിങ്ങൾ വിസ കിട്ടിയതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ വിസ പ്ലസ് ടിക്കറ്റ്, ഡോക്യുമെന്റേഷൻ, അതുപോലെ സൗത്ത് കൊറിയയിൽ എത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ട്രാവൽ ഐറ്റിനറിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. നമ്മൾ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പോയി വരാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളും കൂടിയാണ് സൗത്ത് കൊറിയയും ജപ്പാനും. അത് ട്രാവൽ കോസ്റ്റിന്റെ കേസിലാണെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ കേസിലാണെങ്കിലും ടൂറിസ്റ്റ് വിസാസിന്റെ കേസിലാണെങ്കിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ് രണ്ട് രാജ്യങ്ങളിലും. യൂറോപ്പ് ആണെങ്കിലും അതുപോലെ സൗത്ത് കൊറിയ, ജപ്പാൻ ആണെങ്കിലൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് വരിക. ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളെ പറ്റിയിട്ടും ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. ആദ്യം തന്നെ ജപ്പാൻ്റെ കേസ് പറയുമ്പോൾ ജപ്പാൻ്റെ ക്യാപിറ്റൽ വരുന്നത് ടോക്കിയോ ആണ്. മാത്രമല്ല ഏഷ്യയിൽ തന്നെയുള്ള ഒരു വൺ ഓഫ് ദി റിച്ചസ്റ്റ് കൺട്രിയും കൂടെയാണ് ജപ്പാൻ. ഇപ്പോൾ ഒരുപാട് മലയാളീസൊക്കെ ജപ്പാനിലോട്ട് ടൂറിസ്റ്റ് വിസയിലും അതേപോലെ വർക്ക് വിസയിലൊക്കെ പോകുന്നുണ്ട്. ജപ്പാനിലോട്ട് നോർമലി ഇന്ത്യക്കാർക്ക് അൺസ്കിൽഡ് വർക്ക് വിസ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കൂടുതൽ കേസിലും വിസ റിഫ്യൂസലായി പോകും. ഇപ്പോഴത്തെ കേസിൽ അത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. പിന്നെ ജപ്പാൻ്റെ ടൂറിസ്റ്റ് വിസ ഫീസ് യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ ടൂറിസ്റ്റ് വിസ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും. ഏകദേശം 550 ഇന്ത്യൻ രൂപ മാത്രമാണ് ജപ്പാൻ ടൂറിസ്റ്റ് വിസ ഫീസ് വരുന്നത്. എംബസി ഫീ മാത്രമാണിത്. പിന്നെ ഇത് ഒരു ഏജൻസി ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അതുപോലെ തന്നെ കവർ ലെറ്റർ, പിന്നെ നമ്മൾ ഡേ ബൈ ഡേ ജപ്പാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഫീസ് വരും. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാൻ ടൂറിസ്റ്റ് വിസയ്ക്ക് വലിയൊരു എക്സ്പെൻസ് ഇല്ല, പക്ക ചീപ്പാണ്. പിന്നെ നമുക്ക് VFS വഴിയോ കോൺസുലേറ്റ് വഴിയോ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റൂ. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓൺലൈൻ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. UAE റെസിഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ജപ്പാൻ്റെ കേസിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ജപ്പാനിലെ കറൻസി ഇന്ത്യയെക്കാളും മൂല്യം കുറഞ്ഞ കറൻസിയാണ്. ജപ്പാനിലെ കറൻസി yen ആണ്. ഒരു yen എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 0.56 റുപ്പീസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യയെക്കാളും മൂല്യം കുറവാണ്. പക്ഷേ ജപ്പാനിലെ സാലറി വളരെ വലുതാണ്. ഏകദേശം ഇന്ത്യയിലെ ഏകദേശം 1.5 to 2 lakhs അടുപ്പിച്ചൊക്കെ മന്ത്ലി സാലറി വാങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാർ ജപ്പാനിലോട്ട് ടൂറിസ്റ്റ് വിസയിലൊക്കെ പോകുന്നുണ്ട്. ഭൂരിഭാഗം എന്നിട്ട് അവിടെ എത്തിയിട്ടാണ് കൂടുതൽ ആൾക്കാരും പെർമിറ്റ് മാറ്റിയെടുക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അൺസ്കിൽഡ് വർക്ക് വിസ നമുക്ക് നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അവരൊക്കെ ചെയ്യുന്നത് ടൂറിസ്റ്റ് വിസയിൽ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ജപ്പാനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള ജോബ്സ് ഫാക്ടറി വർക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ജപ്പാനിൽ നല്ലൊരു ജോബ് കിട്ടുക എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഒരു മെയിൻ വില്ലനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള ജോബാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ മലയാളം സംസാരിക്കാൻ അറിയാത്ത ഒരാൾക്ക് നമ്മൾ ഒരിക്കലും ജോബ് കൊടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിലും. നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള ജോബാണെങ്കിൽ അത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കൂടുതൽ ആൾക്കാരും അൺസ്കിൽഡ് ജോബാണ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ നോർമൽ ലേബർ ജോബ്സ് ഒക്കെയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിലും അതിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സാലറി. കൊറിയയുടെ കേസ് നോക്കാം. കൊറിയയും ജപ്പാൻ പോലെ തന്നെ ഏഷ്യയിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രിയാണ്, അതുപോലെ തന്നെ റിച്ചസ്റ്റ് കൺട്രിയും കൂടെയാണ്. പിന്നെ കൊറിയയുടെ ഒരു ക്യാപിറ്റൽ വരുന്നത് സോളാണ്. ഒരുപാട് ആൾക്കാർ കൊറിയയിലോട്ട് പോകാനൊക്കെ നോക്കുന്നുണ്ട്. ജസ്റ്റ് ജോബിനാണെങ്കിലും അതുപോലെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ നോക്കുന്നുണ്ട്. കൊറിയയിൽ ഇപ്പോൾ മെയിൻലാൻഡിലോട്ടാണ് നമുക്ക് വിസ ആവശ്യമായിട്ട് വരുന്നത്. അതേസമയത്ത് കൊറിയയിലെ ജിജു ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അതിലോട്ട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ വിസ കിട്ടുന്നുണ്ട്. ഓൺ അറൈവൽ വിസ അല്ല, ഫ്രീ വിസ കിട്ടുന്നുണ്ട് 30 days. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു ജോബ് കിട്ടുക, വർക്ക് വിസ ആക്കി മാറ്റുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി അല്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൗത്ത് കൊറിയയിലെ മെയിൻ ലാൻഡിലോട്ട് കൊടുക്കുന്ന ടൂറിസ്റ്റ് വിസയാണ്. അപ്പോൾ പിന്നെ സൗത്ത് കൊറിയയും ജപ്പാൻ പോലെ തന്നെ കറൻസി ഇന്ത്യയെക്കാളും മൂല്യം കുറഞ്ഞ കറൻസിയാണ് സൗത്ത് കൊറിയയിലുള്ളത്. സൗത്ത് കൊറിയയിലെ കറൻസി വോൺ ആണ്. ഒരു വോൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏകദേശം 0.065 ആണ്. എന്ന് വെച്ചാൽ 10,000 yen എന്ന് പറയുമ്പോൾ 10,000 വോൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 650 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, മൂല്യം കുറഞ്ഞ കറൻസി ആണെങ്കിൽ അവിടെ ശമ്പളം കുറവായിരിക്കുന്നത്. ഒരിക്കലുമല്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സൗത്ത് കൊറിയയും ജപ്പാനും. നമ്മളെ ഇന്ത്യയെക്കാളും മൂല്യം കുറഞ്ഞ കറൻസിയാണ് സൗത്ത് കൊറിയയിലും ജപ്പാനിലും ഉള്ളത്. പക്ഷേ ശമ്പളത്തിൻ്റെ കേസ് പറയുമ്പോൾ ഏകദേശം യൂറോപ്പിൽ കിട്ടുന്ന സെയിം സാലറി നമുക്ക് ഈ രണ്ട് രാജ്യങ്ങളിലും ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ
പിന്നെ സൗത്ത് കൊറിയയും ജപ്പാൻ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ സൗത്ത് കൊറിയയിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോബ്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഫാക്ടറി വർക്ക് മാത്രമാണ്. മെയിനായിട്ട് ഈ കാർ മാനുഫാക്ചറിങ് കമ്പനീസ്, അതുപോലെ തന്നെ മെറ്റൽ പ്രൊഡക്ഷൻ കമ്പനീസ്, കൂടുതലും പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെയാണ് നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇവിടെയും ജപ്പാൻ പോലെ തന്നെ സെയിം സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ലാംഗ്വേജ് വലിയൊരു പ്രശ്നമാണ്. കൊറിയൻ ലാംഗ്വേജ് ആണ്. ചിലപ്പോൾ പല ആൾക്കാർക്കും അറിയാൻ തോന്നുന്നു. എന്നാലും നമുക്ക് ആ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് നല്ലൊരു ജോബ് അവിടെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കുറച്ച് ടാസ്ക്കാണ്. നിങ്ങളെന്തായാലും ഒരു നല്ല സ്കിൽഡ് ജോബ് വേണം, ഒരു പ്രൊഫഷണൽ ജോബ് വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പോവാം. പിന്നെ ഈ ഒരു കൊറിയയിലാണെങ്കിലും അൺസ്കിൽഡ് ജോബിന് വിസ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അതേസമയത്ത് സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിലും അതേപോലെ സെമി സ്കിൽഡ് ആണെങ്കിലും കൊറിയയിൽ വർക്ക് വിസ കിട്ടുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കൊറിയൻ ടൂറിസ്റ്റ് വിസയും ഫീസ് കുറവാണ്. ഏകദേശം 2800 രൂപയെ വരുന്നുള്ളൂ. മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഗൾഫ്, UAE, അതേപോലെ സൗദി അറേബ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. സൗത്ത് കൊറിയ ആണെങ്കിലും അതേപോലെ ജപ്പാൻ ആണെങ്കിലും വിസ ഫീസ് വളരെ കുറവാണ്. ജപ്പാൻ നമ്മൾ പറഞ്ഞു ജസ്റ്റ് 550 രൂപ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് അത്ര ഈസി ആയിട്ട് വിസ കിട്ടില്ല കേട്ടോ. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ജപ്പാനിലും സൗത്ത് കൊറിയയിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൊറിയയിലൊക്കെ ആണെങ്കിൽ ജീവൻ കാർഡ് പോലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് നമ്മളിപ്പോൾ അവിടെ PR ആവുന്നതോ സെറ്റിൽ ആവുന്നതോ അങ്ങനെയുള്ള വിസാസ് ഒന്നും അല്ല ഇത്. ജസ്റ്റ് നമുക്കവിടെ വർക്ക് ചെയ്യാം, അതുപോലെ തിരിച്ചു വരാൻ പറ്റും. ഇത്ര മാത്രമേ. ജപ്പാനിലും ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ടൂറിസ്റ്റ് വിസയിൽ എത്തിപ്പെടുന്നവർക്ക് മാത്രം കേട്ടോ. ഇനി ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയും, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ജപ്പാനിലാണെങ്കിലും സൗത്ത് കൊറിയയിലാണെങ്കിലും നല്ല ജോബ് കിട്ടും. അതുപോലെ PR ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ സിറ്റിസൺഷിപ്പ് അത്ര ഈസി ആയിരിക്കില്ല, കുറച്ച് ടാസ്ക് ആയിരിക്കും. പക്ഷേ നോർമലി ഈ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവർ, വിദ്യാഭ്യാസം കുറവുള്ളവർ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ്. ഇതിലെ മൈനസ് പോയിന്റ് എന്ന് പറയുമ്പോൾ PR ആവാനും സെറ്റിൽ ആവാനൊന്നും പറ്റില്ല. പിന്നെ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് സർവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് മൈനസ് പോയിന്റ് എന്ന് എടുത്ത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല. പല ആൾക്കാരും ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ അവിടെ ഇതിൽ PR ആവില്ലല്ലോ, അതുപോലെ ലാംഗ്വേജ് അവിടെ സർവൈവ് ചെയ്യാനൊക്കെ ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡൊക്കെ പറയുന്നത്. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ ചെന്നാൽ അൺസ്കിൽഡ് ജോബിനും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ജപ്പാനും സൗത്ത് കൊറിയയും കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ശമ്പളവും കിട്ടും. പിന്നെ ഗൾഫ് കൺട്രിയിൽ ജോബ് നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ വലിയൊരു എമൗണ്ട് കൊടുത്ത് യൂറോപ്പിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ജപ്പാനും സൗത്ത് കൊറിയയും കൂടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനേക്കാളും ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് ഈ 2 രാജ്യങ്ങളും കൂടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജപ്പാനിലോട്ടാണെങ്കിലും സൗത്ത് കൊറിയയിലോട്ടാണെങ്കിലും ജോലിക്കും അല്ലാതെയൊക്കെ ആണെങ്കിലും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിസ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. എത്രയാണ് ഫീസ് വരുന്നത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വരുന്നത്, കംപ്ലീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. പിന്നെ നിങ്ങൾ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രീസിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിലും അതുപോലെ വിസിറ്റിംഗ് വിസയിൽ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.